മനുഷ്യരൂപത്തിൽ നിന്നും നായയായി മാറിയ ഒരു ജപ്പാൻകാരനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? 40 ദിവസം പണിപ്പെട്ടൊരുക്കിയ നായയുടെ കോസ്റ്റ്യൂമും ഇട്ട് പുറത്തിറങ്ങി അയാളെ കണ്ട് ഒരിക്കൽ ലോകം അന്താളിച്ചു പോയിരുന്നു. നായയുടെ ജീവിതം മടുത്തെന്നും പാണ്ടയും പൂച്ചയുമായി കുറച്ചു കാലം ജീവിക്കണമെന്ന ആഗ്രഹവും പങ്കുവെക്കുകയാണ് ഇദ്ദേഹം. സ്വന്തം ശരീരത്തെ ഇത്തരം പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയ അജ്ഞാതനായ ആ മനുഷ്യനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ടോക്കോ എന്ന പേരിൽ അറിയപ്പെടുന്ന ജപ്പാൻകാരനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? നായയായി മാറിയ ഒരു മനുഷ്യൻ എന്ന് പറയുന്നതായിരിക്കും ടോക്കോയെ കുറിച്ച് പറയാനാകുന്ന വാക്കുകൾ. അയാൾ ധരിക്കാൻ ഇഷ്ടപ്പെടുന്നത് നായയുടെ വേഷമാണ്. കഴിഞ്ഞ വർഷം നായയുടെ വേഷം വാങ്ങുന്നതിന് വേണ്ടി 12 ലക്ഷം രൂപയാണ് അയാൾ ചിലവഴിച്ചത്. ശേഷം അയാൾ തന്റെ ട്വിറ്റർ പേജിലും യൂട്യൂബ് ചാനലിലും നായയായിട്ടുള്ള വീഡിയോ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. TV പരസ്യങ്ങൾക്കും സിനിമകൾക്കും ഒക്കെ വേണ്ടി കോസ്റ്റ്യൂം തയ്യാറാക്കി കൊടുക്കുന്ന സിപ്പെറ്റ് എന്ന ജാപ്പനീസ് കമ്പനിയാണ് ടോക്കോയ്ക്ക് നായയുടെ വേഷം തയ്യാറാക്കി നൽകിയത്. 40 ദിവസത്തെ കഠിനാധ്വാനത്തിനൊടുവിലാണ് നായവേഷം തയ്യാറായത്. നായവേഷത്തിലെത്തിയതോടെ ടോക്കോ പുറത്തു പോകുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിൽ ചർച്ചയായിരുന്നു. ശരിക്കും നായകൾക്കൊപ്പം ടോക്കോ ഇടപെടുന്നതും വീഡിയോയിൽ കാണാം. ടോക്കോ ഒരു മനുഷ്യനാണ് എന്ന് നായകൾക്ക് തിരിച്ചറിയാനായില്ല എന്നാണ് വീഡിയോ കാണുമ്പോൾ തോന്നുക. ടോക്കോ ഒരു പാർക്കിലൂടെ നടക്കുന്നതാണ് വീഡിയോയിൽ കാണാനാകുന്നത്. ശരിക്കും നായകളെ പോലെ തന്നെയാണ് ടോക്കോ പെരുമാറുന്നത്. വലിയ നായയെ പോലെ തോന്നിക്കുന്ന ടോക്കോയുടെ അടുത്തേക്ക് യഥാർത്ഥ നായകളും എത്തുന്നതും അവൻ നായയാണെന്ന് തെറ്റിദ്ധരിച്ച് നിരവധി ആളുകൾ അവന്റെ അടുത്തേക്ക് വരുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കുമായിരുന്നു. നായയായി ഞെട്ടിച്ച ടോക്കോയ്ക്ക് ഇനി മറ്റു മൃഗങ്ങളിലേക്ക് ചേക്കേറാനാണ് താല്പര്യം. നായയായി ജീവിക്കാൻ ആഗ്രഹിച്ച ടോക്കോ എന്ന യുവാവിനെ കുറിച്ച് പലരും കേട്ടിട്ടുണ്ടാകും. ശരിക്കും ഒരു നായയെ പോലെ ജീവിക്കാൻ ഇഷ്ടപ്പെട്ട ഈ ജാപ്പനീസ് യുവാവ് അതിനുവേണ്ടി ചെയ്തത് കണ്ട് ലോകം ഞെട്ടിത്തരിച്ചിരുന്നു. ഇപ്പോഴിത് പുതിയ മൃഗമായി ജീവിക്കാൻ കൊതിക്കുകയാണ് അദ്ദേഹം. 12 ലക്ഷം രൂപ മുടക്കി ഒരു നായ കോസ്റ്റ്യൂം അങ്ങ് ഉണ്ടാക്കി. എന്നാൽ ഇപ്പോൾ യുവാവ് പറയുന്നത് തനിക്കൊരു പാണ്ടയോ അല്ലെങ്കിൽ ഒരു പൂച്ചയോ ആയി മാറണമെന്നാണ്. ഐ വോണ്ട് ടു ബി ആൻ ആനിമൽ എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെ ടോക്കോ ഒരു നായയെ പോലെ താൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നത് പ്രേക്ഷകരുമായി സ്ഥിരമായി പങ്കുവെക്കാറുണ്ടായിരുന്നു. അതേസമയം തന്നെ നായയായി ജീവിക്കുക എന്നത് വലിയ പ്രയാസമാണ് എന്നാണ് ഇപ്പോൾ ടോക്കോ പറയുന്നത്. 4 കാലിൽ നടക്കുക എന്നതാണ് അതിലേറ്റവും പ്രയാസകരമായി ടോക്കോ കാണുന്നത്. മാത്രവുമല്ല, ഈ നായയുടെ വലിയ കോസ്റ്റ്യൂം വൃത്തിയാക്കുക എന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചും അദ്ദേഹം വാചാലനാവുകയാണ്. നായയായി ജീവിച്ച ടോക്കോയ്ക്ക് നായവേഷത്തിൽ മാത്രം ഒതുങ്ങാൻ താല്പര്യമില്ല. മറിച്ച് മറ്റു ജീവികളുടെ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടാനും താല്പര്യമുണ്ട്. അതിൽ പാണ്ടയും പൂച്ചയും കുറുക്കനും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ പൂച്ചയൊക്കെ ചെറിയ ജീവികളാണെന്നും ഒരു മനുഷ്യന് അതുപോലെ നടക്കാൻ പ്രയാസമാണ് എന്നുമാണ് ടോക്കോ അഭിപ്രായപ്പെടുന്നത്. എന്നിരുന്നാലും പാണ്ടയും പൂച്ചയും ഒക്കെ ആയി മാറാനുള്ള തന്റെ ആഗ്രഹം ടോക്കോ പാടെ ഉപേക്ഷിച്ചിട്ടില്ല. അതേസമയം ടോക്കോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ജാപ്പനീസ് യുവാവിന്റെ യഥാർത്ഥ പേരും വിലാസവും ആർക്കും അറിയില്ല. അത് വെളിപ്പെടുത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ടോക്കോ തന്റെ സഹപ്രവർത്തകരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്ന് പോലും താൻ ആരാണ് എന്നത് മറച്ചു വെച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 1 ദശലക്ഷത്തിലധികം പേരാണ് ടോക്കോയുടെ വീഡിയോകൾ കണ്ടിട്ടുള്ളത്. താൻ ഇങ്ങനെ ചെയ്യുന്നത് അറിയപ്പെടാൻ വേണ്ടി അല്ലെന്നും ഇങ്ങനെ ഒരു ഹോബി തനിക്കുണ്ടെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ അവർ തന്നെ വിചിത്രമായി കാണുമെന്നും ടോക്കോ 1 വർഷം മുൻപ് ഒരു മാധ്യമത്തോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ടോക്കോയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. താൻ ഇങ്ങനെ ചെയ്യുന്നത് അറിയപ്പെടാൻ വേണ്ടിയല്ലെന്നും ഇങ്ങനെ ഒരു ഹോബി തനിക്കുണ്ടെന്നത് മറ്റുള്ളവർ അറിഞ്ഞാൽ അവർ തന്നെ വിചിത്രമായി കാണുമെന്നും ടോക്കോ 1 വർഷം മുൻപ് ഒരു മാധ്യമത്തോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ടോക്കോയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ടോക്കോ നായയിൽ നിന്ന് മാറി പുതിയ രൂപത്തിലേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.